ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്കൂളിലെ കണക്കുകൾ എങ്ങനെയാണ് ടാലി പ്രൈമറി ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ടു സെറ്റ് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഒരു സ്കൂളെ പറയുമ്പോൾ അതെന്താണ്, ഒരു സർവീസ് കൺസേൺ ആണ് അല്ലേ. 3 തരത്തിലുള്ള കൺസേണുകൾ ഉണ്ട്. ഒന്ന് ട്രേഡിംഗ് കൺസേൺ ഉണ്ട്, രണ്ടാമത്തത് മാനുഫാക്ചറിങ് ഉണ്ട്, മൂന്നാമത്തത് എന്താണ്, സർവീസ് ആണ്. അപ്പോൾ സ്കൂളിൽ നമ്മളെന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല പറയുക, അവിടെ എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിൽ കുട്ടികളുടെ ഫീസ് കളക്ട് ചെയ്യും, അതേപോലെ ടീച്ചേഴ്സിനുള്ള സാലറി കൊടുക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ടാലിയിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സ്കൂൾ പേര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സരസ്വതി വിദ്യാനികേതൻ. അപ്പോൾ ഇതിലാണ് നമ്മൾ വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടാവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാണുന്നത്. ഇതിനെ മാറ്റി നമ്മൾ ആദ്യം എന്താക്കണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എൻ്റർ അടിച്ച് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെഡ്ജറിൻ്റെ ഇവിടേക്ക് വരും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും യൂസ് ആസ് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട്. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് യെസ് കൊടുത്ത് ഇത് നമുക്ക് കൺട്രോൾ അടിച്ച് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടാണ് ഇവിടെ വരിക. ഇനി നമുക്ക് കുറച്ച് ഫീച്ചേഴ്സാണ് ആക്ടിവേറ്റ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് മുകളിലെ കമ്പനിയിലേക്ക് പോകാം. ഇവിടെ F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം, എൻ്റർ അടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 ഫീച്ചറും എസ് കൊടുക്കണം, ഷോ മോർ ഫീച്ചേഴ്സും ഷോ ഓൾ ഫീച്ചേഴ്സും. അതിന് ഫസ്റ്റ് പറയും മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്, ആ ഒരു ഓപ്ഷൻ എസ് കൊടുത്തു. അതിൻ്റെ അടിയിൽ എനേബിൾ ബിൽ വൈസ് എൻട്രി, ഇത് നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ അടിയിൽ എനേബിൾ കോസ്റ്റ് സെൻറ്റേഴ്സ്, അപ്പോൾ നമ്മളിതിൽ കോസ്റ്റ് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ പറയാം. ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമ്മൾ യെസ് കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കും മെയിൻറ്റെയിൻ ഇൻവെൻട്രി. ഇത് സ്കൂൾ ആയതുകൊണ്ട് അവിടെ ഇൻവെൻട്രി വേണ്ട. ഇവിടെ നമ്മൾ നോ കൊടുത്തു, നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇതിന് നമുക്ക് ടാക്സേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിത് നോ കൊടുത്തു, കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു എക്സാമ്പിൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് കുട്ടികളുടെ പേരുകൾ. അപ്പോൾ ആദ്യത്തെ കുട്ടി 1 എന്ന് കൊടുത്തിട്ടുണ്ട്, സ്റ്റുഡൻ്റ് നെയിം, അത് ഏത് ക്ലാസ്സിലാണ്, അതേപോലെ തന്നെ അഡ്മിഷൻ ഫീ. അപ്പോൾ സ്കൂളിനെ സംബന്ധിച്ച് ഇതൊക്കെ എന്താണ്, ഇൻകമാണ്, ഡയറക്റ്റ് ഇൻകമാണ്. അവർക്ക് വേറൊരു ഇൻകം ഇല്ല. അഡ്മിഷൻ ഫീ കുട്ടികളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നു, ലൈബ്രറി ഫീ, ഹോസ്റ്റൽ ഫീ, സ്പോർട്സ് ഫീ, ഇതൊക്കെയാണ് കുട്ടികളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ കോസ്റ്റ് സെൻറ്ററായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടാലിയിലേക്ക് പോകാം. നമുക്ക് ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ കോസ്റ്റ് സെൻറ്റേഴ്സ് എടുക്കാം. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ക്ലാസ് 9 കൊടുത്തു, എൻ്റർ അടിച്ചു. അതേപോലെ തന്നെ നമുക്ക് ക്ലാസ് 10 കൊടുത്തു, എൻ്റർ അടിച്ചു. അതേപോലെ തന്നെ ക്ലാസ് 11 കൊടുക്കാം, എൻ്റർ അടിച്ചു. നെക്സ്റ്റ് എന്താണ്, നമുക്ക് ക്ലാസ് 12 കൊടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ. ഇപ്പോൾ നമ്മുടെ കോസ്റ്റ് സെൻറ്ററുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടികളുടെ പേരിലാണ് നമ്മൾ ഓരോ ബില്ലുകളും അടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ബില്ലുകൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം, ജേണലിലും ചെയ്യാം, സെയിൽസിലും ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് രജിസ്റ്റർ നമ്പർ നമുക്ക് 1 ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് ടാലി സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് വൗച്ചേഴ്സിനാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടത്. വൗച്ചർ എടുത്തു. ഫസ്റ്റ് എൻട്രി നമുക്ക് ജേണൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ജേണൽ, കാരണം നമ്മൾ ആദ്യം ഫീസ് ഡ്യൂ ആവണ എൻട്രിയാണ് ചെയ്യണത്. നമുക്ക് ഈ എൻട്രി ജേണലും ചെയ്യാം, സെയിൽസിലും ചെയ്യാം. അപ്പോൾ ജേണൽ എടുത്തു. ഇപ്പോൾ ജേണൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 1 മാത്രമേ വന്നിട്ടുള്ളൂ. 001 എന്നുള്ള ബിൽ നമ്പർ വരണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഈ വൗച്ചർ ടൈപ്പിനെ ഓൾട്ടർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ വൗച്ചർ ടൈപ്പ് എടുക്കാം. അതിൽ ജേണൽ എടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിങ്,
ഇവിടെ നമുക്ക് മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിംഗ് ഓട്ടോമാറ്റിക് കൊടുത്തു. അതേപോലെ സെറ്റ് ഓൾട്ടർ അഡീഷണൽ നമ്പറിംഗ് ഡീറ്റെയിൽസ്, ഇവിടെ ഈ ഒരു ഓപ്ഷൻ എസ് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ നമ്പർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് നമ്പർ 1 കൊടുത്തു. വിഡ്ത്ത് ഓഫ് ന്യൂമറിക്കൽ പാർട്ട് നമുക്ക് 3 എന്നുള്ളത് കൊടുത്തു. പ്രിഫിൽ വിത്ത് 0 പ്രിഫിൽ ചെയ്ത് വരണു, എസ് കൊടുത്തു. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. ഇനി നമുക്ക് എസ്കേപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ ജേണൽ എടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് 001 ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തരുടെ പേരിൽ നമ്മൾക്ക് ബില്ല് അടിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കുട്ടിയുടെ പേരെന്താണെന്ന് നോക്കാം. അശ്വിൻ ശങ്കറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾട്ടസി അടിച്ച് പേര് ക്രിയേറ്റ് ചെയ്യാം. അശ്വിൻ ശങ്കർ. ഇവിടെ നമുക്ക് അശ്വിൻ ശങ്കർ കൊടുത്തു. ഇതിൽ നമുക്ക് അവസാനം എന്താണ്, ഈ കുട്ടിയുടെ ക്ലാസ്സും കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാസ് 11ലാണ് അശ്വിൻ ശങ്കർ. എൻ്റർ അടിച്ചു. ഇതെന്താണ്, ഈ പാർക്ക് സ്കൂളിനെ സംബന്ധിച്ച് ഇതെന്താണ്, സൺട്രി ഡെറ്ററാണ്, കിട്ടാനുള്ളതാണ്. ഇവിടെ നമുക്ക് സൺട്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എസ് കൊടുത്തു. കോസ്റ്റ് സെൻറ്റർ ആപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷനും എസ് കൊടുക്കണം. ഇവിടെ എസ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ നമുക്ക് എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ എൻട്രി നമ്മൾ ചെയ്യണത് ഇപ്പോൾ ജൂണിലാണെന്ന് വിചാരിക്കുക. നമ്മൾ ഫസ്റ്റ് ജൂണ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഈ അശ്വിൻ ശങ്കറിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. അശ്വിൻ ശങ്കറിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞത് എന്താണ്, 35,000 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 35,000 അടിച്ചു കൊടുക്കാം. എൻ്റർ അടിച്ചു. അപ്പോൾ ന്യൂ റെഫറൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. കാരണം പുതിയൊരു ബില്ല് അവിടെ ക്രിയേറ്റ് ആവുകയല്ലേ ചെയ്യണത്. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ കോസ്റ്റ് സെൻറ്റർ ചോദിക്കും. ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ക്ലാസ് 11 സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്ക് ക്രെഡിറ്റ് തുറത്ത് എന്താണ്, ഈ കുട്ടിയുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ഫീസാണ്. കാരണം അതാണല്ലോ ഇൻകം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അഡ്മിഷൻ ഫീ, ലൈബ്രറി ഫീ, ഹോസ്റ്റൽ ഫീ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഓൾട്ടസി അടിക്കാം. അഡ്മിഷൻ ഫീ. അപ്പോൾ നമ്മൾ എൻ്റർ അടിച്ചു. ഇതെന്താണ്, ഒരു ഡയറക്റ്റ് ഇൻകമാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇൻകത്തിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഡയറക്റ്റ് ഇൻകത്തിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. കോസ്റ്റ് സെൻറ്റർ ആപ്ലിക്കബിൾ യെസ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ എമൗണ്ട് കൊടുക്കാം. അതായത് അഡ്മിഷൻ ഫീ ആയിട്ട് എത്രയാണെന്നുള്ള എമൗണ്ട് കൊടുക്കാം. അഡ്മിഷൻ ഫീ ആയിട്ടാണെന്നുണ്ടെങ്കിൽ 1000 rupees 1000 കൊടുത്തു. ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ക്ലാസ് 11 സെലക്ട് ചെയ്തിട്ടെടുത്തു. വീണ്ടും നമുക്ക് ക്രെഡിറ്റ് എന്നുള്ളടത്ത് അടുത്തത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ലൈബ്രറി ഫീ ആണ്. അപ്പോൾ ലൈബ്രറി ഫീ എന്നുള്ളത് അടിച്ചു. ഇതെന്താണ്, ഡയറക്റ്റ് ഇൻകമാണ്. കോസ്റ്റ് സെൻറ്റർ ആപ്ലിക്കബിൾ യെസ് കൊടുത്തു. ലൈബ്രറി ഫീയുടെ എമൗണ്ട് പറയുന്നത് 2500 ആണ്. ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അടുത്തത് എന്താണ്, ഹോസ്റ്റൽ ഫീ ആണ്. ഇവിടെ ഹോസ്റ്റൽ ഫീ എന്നുള്ളത് അടിച്ചു. അണ്ടർ എന്താണ്, ഡയറക്റ്റ് ഇൻകമാണ്. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. ഹോസ്റ്റൽ ഫീയുടെ എമൗണ്ട് കൊടുക്കാം. ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് എമൗണ്ട് പറയുന്നത് 8000 ആണ്. 8000 കൊടുത്തു. കോസ്റ്റ് സെൻറ്റർ ക്ലാസ് 11ലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. നെക്സ്റ്റ് എന്താണ്, സ്പോർട്സ് ഫീ ആണ്. ഇവിടെ നമുക്ക് സ്പോർട്സ് ഫീ കൊടുക്കാം. സ്പോർട്സ് ഫീ കൊടുത്തു. അണ്ടർ ഡയറക്റ്റ് ഇൻകം കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. സ്പോർട്സ് ഫീയുടെ എമൗണ്ട് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ 12,000 ആണ്. 12,000 കൊടുത്തു. കോസ്റ്റ് സെൻറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അടുത്തത് എന്താണ്, ബസ് ഫീ ആണ്. ബസ് ഫീ എന്നുള്ളത് അടിച്ചു. അണ്ടർ ഡയറക്റ്റ് ഇൻകത്തിലേക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ. ബസ് ഫീ എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ 10,000 ആണ്. ഇവിടെ 10,000 കൊടുത്തു. കോസ്റ്റ് സെൻറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ അതർ ഫീസ് എന്നുള്ളത് കൊടുക്കാം. അതർ ഫീ കൊടുത്തു. അണ്ടർ ഡയറക്റ്റ് ഇൻകത്തിലേക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. 1000 rupees 1500 rupees വന്നിട്ടുണ്ട്. കോസ്റ്റ് സെൻറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ക്ലാസ് 11ലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ നമ്മുടെ നരേഷൻ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ഈ എൻഡിൽ എന്ത് ചെയ്തു എന്നുള്ളത് നരേഷൻ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അപ്പം നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് കുട്ടിയുടെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് കുട്ടിയുടെ ഡീറ്റെയിൽസ് അവരുടെ രഞ്ജിത്ത് മനു ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇതാക്കാം. മൊത്തം 29,500 ആണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ 2 എന്നുള്ള ബിൽ നമ്പർ വന്നു. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. രഞ്ജിത്ത് മനു എന്ന പേര് കൊടുത്തു. അപ്പോൾ രഞ്ജിത്ത് മനു ഏത് ക്ലാസ്സിലാണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. രഞ്ജിത്ത് മനു ആണെന്നുണ്ടെങ്കിൽ 12th ആണ്. അപ്പോൾ നമുക്ക് രഞ്ജിത്ത് മനു ഇവിടെ നമുക്ക് കൊടുക്കാം. ക്ലാസ് 12th കൊടുത്തു.
അണ്ടർ സൺഡേ ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ യെസ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് രഞ്ജിത്ത് മനുവിൻ്റെ ടോട്ടൽ എമൗണ്ട് നോക്കാം. 29,500 ആണ്. 29,500 കൊടുത്തു. എൻ്റർ അടിച്ചു. ന്യൂ റെഫറൻസിലേക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. കോസ്റ്റ് സെൻറ്റർ 12th സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് അഡ്മിഷൻ ഫീ കൊടുക്കാം. അപ്പോൾ അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് 1000 ആണ്. 1000 കൊടുത്തു. കോസ്റ്റ് സെൻറ്റർ നമ്മുടെ ക്ലാസ് 12th സെലക്ട് ചെയ്തിട്ടെടുക്കാം. ക്ലാസ് 12th സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അടുത്തത് നമുക്കിവിടെ കൊടുക്കാം ലൈബ്രറി ഫീ ആണ്. ലൈബ്രറി ഫീ സെലക്ട് ചെയ്തിട്ടെടുത്തു. ലൈബ്രറി ഫീ പറയുന്നത് 2500 ആണ്. 2500 കൊടുത്തു. ക്ലാസ് 12th സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അടുത്തത് നമുക്കിവിടെ കൊടുക്കാം. അടുത്താണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീ ആണ്. ഹോസ്റ്റൽ ഫീ അടിച്ചു. ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് 6000 ആണ്. കോസ്റ്റ് സെൻറ്റർ ക്ലാസ് 12th സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അടുത്തത് പറഞ്ഞാൽ സ്പോർട്സ് ഫീ ആണ്. സ്പോർട്സ് ഫീ അടിച്ചു. സ്പോർട്സ് ഫീയുടെ എമൗണ്ട് പറയുന്നതാണെന്നുണ്ടെങ്കിൽ 9000 ആണ്. 9000 കൊടുത്തു. കോസ്റ്റ് സെൻറ്റർ ക്ലാസ് 12th സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അടുത്താണെന്നുണ്ടെങ്കിൽ ബസ് ഫീ ആണ്. ബസ് ഫീ അടിച്ചു. ബസ് ഫീയുടെ എമൗണ്ട് പറയുന്നതാണെങ്കിൽ 10,000 ആണ്. കോസ്റ്റ് സെൻറ്റർ ക്ലാസ് 12th സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അടുത്തത് പറഞ്ഞാൽ അതർ ഫീസാണ്. അതർ ഫീസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നതാണെങ്കിൽ 1000 rupees ആണ്. എൻ്റർ അടിച്ചു. കോസ്റ്റ് സെൻറ്റർ ക്ലാസ് 12th കൊടുത്തു. എൻ്റർ അടിച്ച് ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് തേർഡ് വൺ ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? രോഹിത് ബാലു ആണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. രോഹിത് ബാബുവിൻ്റെ അടുത്ത് നിന്ന് 32,200 ആണ് കിട്ടാനുള്ളത്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഓൾട്ട് സി അടിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. രോഹിത് ബാലു അടിച്ചു. ഇത് ഏത് ക്ലാസ്സിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. രോഹിത് ബാലു ആണെന്നുണ്ടെങ്കിൽ 12th. അപ്പോൾ രോഹിത് ബാലു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് 12 കൊടുക്കാം. ക്ലാസ് 12 കൊടുത്തു. ഇത് നമുക്ക് രോഹിത് ബാലു ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലാസ് 12 കൊടുത്തു. അണ്ടർ സൺഡേ ഡെറ്ററിലേക്ക് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. രോഹിത് ബാലുവിൻ്റെ ഉള്ള ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. 32,200 ആണ്. ഇവിടെ 32,200 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ ന്യൂ റെഫറൻസിലേക്ക് വന്നു. എൻ്റർ അടിച്ചു. ഇവിടെ ക്ലാസ് 12 സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അഡ്മിഷൻ ഫീ കൊടുക്കാം. അഡ്മിഷൻ ഫീ കൊടുത്തു. അപ്പോൾ അഡ്മിഷൻ ഫീയിലുള്ള എമൗണ്ട് പറയുന്നതാണെന്നുണ്ടെങ്കിൽ 1000 rupees ആണ്. 1000 കൊടുത്തു. ക്ലാസ് 12th സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അടുത്താണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ് പറയുന്നത് ലൈബ്രറി ഫീ ആണ്. ലൈബ്രറി ഫീ അടിച്ചു. ലൈബ്രറി ഫീ 2500 ആണ്. ക്ലാസ് 12th സെലക്ട് ചെയ്തിട്ട് കൊടുത്തു. എൻ്റർ അടിച്ചു. അടുത്തത് എന്താണ്? ഹോസ്റ്റൽ ഫീ ആണ്. ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് 8,000 ആണ്. 8,000 കൊടുത്തു. ക്ലാസ് 12th കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നതാണെങ്കിൽ സ്പോർട്സ് ഫീ ആണ്. സ്പോർട്സ് ഫീ എന്ന് പറയുന്നത് 9,500 ആണ്. ക്ലാസ് 12th കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബസ് ഫീ ആണ്. ബസ് ഫീ എന്ന് പറയുന്നത് 10,000 ആണ്. 10,000 സെലക്ട് ചെയ്തിട്ടെടുത്തു. അടുത്തത് ക്ലാസ് 12th സെലക്ട് ചെയ്തിട്ടെടുത്തു. അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതർ ഫീസാണ്. അതർ ഫീസിൽ 1,200 വന്നു. ക്ലാസ് 12th വന്നു. എൻ്റർ അടിച്ചു. സേവ് ചെയ്തു. ഇത് നമുക്ക് നെക്സ്റ്റ് ഉള്ളത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ശരത് ബാബു ആണ്. ശരത് ബാബു 11th. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾട്ട് സി അടിച്ചു. ശരത് ബാബു. ഇവിടെ ഓൾട്ട് സി അടിച്ചു. ശരത് ബാബു. ഇവിടെ നമുക്ക് ക്ലാസ് കൊടുക്കാം. ക്ലാസ് 11th കൊടുത്തു. അണ്ടർ സൺഡേ ഡെറ്ററിലേക്ക് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ടോട്ടലായിട്ടുള്ള എമൗണ്ട് നോക്കാം. 30,100 ആണ്. ഇവിടെ 30,100 കൊടുത്തു. ഇവിടെ നമുക്ക് ന്യൂ റെഫറൻസിലേക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. ക്ലാസ് 11th സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അഡ്മിഷൻ ഫീ കൊടുക്കാം. അപ്പോൾ നമുക്ക് അഡ്മിഷൻ ഫീ എത്രയാണെന്ന് നോക്കാം. അഡ്മിഷൻ ഫീ 1,000 rupees ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്മിഷൻ ഫീ 1,000 rupees കൊടുത്തു.
കൊടുത്തു. കോസ്റ്റ് സെൻറ്ററിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. കോസ്റ്റ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് 11 ആണ്. അപ്പോൾ ക്ലാസ് 11ലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അടുത്താണെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം ലൈബ്രറി ഫീ ആണ്. നമുക്ക് ലൈബ്രറി ഫീ അടിച്ചു. നമുക്ക് ലൈബ്രറി ഫീ എത്രയാണെന്ന് നോക്കാം. ലൈബ്രറി ഫീ പറയുന്നത് 2500 ആണ്. അപ്പോൾ ലൈബ്രറി ഫീ 2500 അടിച്ചു. ക്ലാസ് 11ലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അടുത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീ ആണ്. ഹോസ്റ്റൽ ഫീ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഹോസ്റ്റൽ ഫീ എത്രയാണെന്ന് നോക്കാം. ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നതാണെങ്കിൽ 8000 ആണ്. അപ്പോൾ ഹോസ്റ്റൽ ഫീയുടെ അവിടെ 8000 കൊടുത്തു. ഇവിടെ ക്ലാസ് 11ലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് ഫീ ആണ്. സ്പോർട്സ് ഫീ എടുത്തു. അപ്പോൾ സ്പോർട്സ് ഫീയുടെ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. സ്പോർട്സ് ഫീയുടെ എമൗണ്ട് എന്ന് പറയുന്നതെങ്കിൽ 7500 ആണ്. ഇവിടെ സ്പോർട്സ് ഫീയുടെ എമൗണ്ട് 7500 കൊടുത്തു. ക്ലാസ് 11ലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. നെക്സ്റ്റ് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ബസ് ഫീ ആണ്. ബസ് ഫീ കൊടുത്തു. അപ്പോൾ ബസ് ഫീയുടെ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. ബസ് ഫീയുടെ പറയുന്നത് 10,000 ആണ്. ഇവിടെ 10,000 കൊടുത്തു. കോസ്റ്റ് സെൻറ്റർ ക്ലാസ് 11ലേക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. അടുത്തത് പറഞ്ഞാൽ എന്താണ്, അതർ ഫീ ആണ്. അതർ ഫീയിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 1100 വന്നിട്ടുണ്ട്. എൻ്റർ അടിച്ചു. കോസ്റ്റ് സെൻറ്റർ ക്ലാസ് 11ലേക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് സേവ് ചെയ്തു. ഈ ഒരു എൻട്രി തന്നെ നമുക്ക് എന്താണ് സെയിൽസിലും ചെയ്യാം. അപ്പോൾ നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ നമുക്ക് പാർട്ടീസ് അക്കൗണ്ട് നെയിമിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ പേര് കൊടുക്കുക. പാർട്ടിക്കുലേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ ഇൻകം നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് ഓരോ മന്തിലും നമ്മളിതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഡാബുക്ക് എടുക്കാം. നമുക്കിനി നെക്സ്റ്റ് മന്തിലാണ് നമുക്ക് ഈ ഫീസിൻ്റെ ഡ്യൂ എൻട്രി ചെയ്യേണ്ടത് വിചാരിക്കുക. ഈ എൻട്രി തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് Alt 2 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് നമുക്ക് ഡേറ്റ് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൺട്രോൾ അടിച്ചിട്ട് നമുക്ക് സേവ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. അപ്പോൾ നമ്മൾ വീണ്ടും എൻ്റർ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ എമൗണ്ടുകളൊക്കെ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് പൈസ കിട്ടുന്നു. അപ്പോൾ നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. റെസീപ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഈ പാർട്ടിയുടെ അടുത്ത് നിന്ന് പൈസ കിട്ടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പാർട്ടി എടുക്കാം. അശ്വിൻ ശങ്കർ തരാനുള്ള എമൗണ്ട് ഇവിടെ കാണിക്കും. 35,000 ആണ് തരാനുള്ളത്. ഇപ്പോൾ അശ്വിൻ ശങ്കർ ആണെങ്കിൽ 30,000 ആണ് തരുന്നുള്ളൂ. അപ്പോൾ 30,000 സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് എഗെയിൻസ്റ്റ് റെഫറൻസിലേക്ക് വന്നു. എൻ്റർ അടിച്ചു. ഇവിടെ കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ക്ലാസ് 11 സെലക്ട് ചെയ്തിട്ടെടുത്തു. ചെക്ക് വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാങ്ക് ക്രിയേറ്റ് ചെയ്യാം. SIB ബാങ്ക് ക്രിയേറ്റ് ചെയ്തു. അണ്ടർ ബാങ്ക് അക്കൗണ്ട്സിലേക്ക് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഈ ഒരു എൻട്രി നരേഷൻ കൊടുത്ത് സേവ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു പാർട്ടി കൊടുക്കാം. ഇവിടെ നമുക്ക് കൊടുക്കാം രഞ്ജിത്ത് മനു കൊടുത്തു. രഞ്ജിത്ത് മനു 29,500 ആണ്. അപ്പോൾ നമുക്കിവിടെ 29,500 അടിച്ചു. എഗെയിൻസ്റ്റ് റെഫറൻസിലേക്ക് വന്നു. എൻ്റർ അടിച്ചു. ഇവിടെ കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ക്ലാസ് 12 സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ നമുക്ക് ക്യാഷ് ആയിട്ടാണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കാണിക്കാം. ഇവിടെ നമുക്ക് ക്യാഷിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. നരേഷൻ കൊടുത്തു. സേവ് ചെയ്തു. അടുത്തത് നമുക്ക് രോഹിത് ബാബു ആണ്. രോഹിത് ബാബു എടുത്തു. രോഹിത് ബാബുവിൻ്റെ അടുത്തുനിന്ന് 32,200 ആണ് കിട്ടാനുള്ളത്. അതിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 25,000 ആണ് ഇപ്പോൾ കിട്ടുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് എഗെയിൻസ്റ്റ് റെഫറൻസിൽ വന്നു. നമുക്ക് ഇവിടെ കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ക്ലാസ് 12 സെലക്ട് ചെയ്തിട്ടെടുത്തു. ചെക്ക് വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം. എൻ്റർ അടിച്ചു. എൻ്റർ. നെക്സ്റ്റ് ശരത് ബാബു ആണ്. ശരത് ബാബു സെലക്ട് ചെയ്തിട്ടെടുത്തു. ശരത് ബാബുവിൻ്റെ അടുത്തുനിന്ന് 30,100 ഉണ്ട്. എഗെയിൻസ്റ്റ് റെഫറൻസിൽ വന്നു. എൻ്റർ അടിച്ചു. ഇവിടെ കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ക്ലാസ് 11 സെലക്ട് ചെയ്തിട്ടെടുത്തു. ബാങ്ക് വഴിയാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്. SIB ബാങ്ക് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് നരേഷൻ കൊടുത്ത് സേവ് ചെയ്തു. ഇതാണ് നമുക്ക് ഇൻകം. ഇനിയിപ്പോൾ നമ്മൾക്ക് എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്കൂളാകുമ്പോൾ നമുക്ക് പല ചിലവുകൾ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ റിഫ്രഷ്മെൻറ്റ് കൊടുക്കും. അതായത് ചായ കുടിച്ചിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് റിഫ്രഷ്മെൻറ്റ് എക്സ്പെൻസുകൾ അത് കൊടുക്കാം. നമുക്ക് അണ്ടർ നമ്മൾക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് എമൗണ്ട് ഒരു 520 കൊടുത്തു. ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്റർ ഒന്നും വേണ്ട. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ വേണ്ടാത്തതിന് എന്താ ചെയ്യേണ്ടത്, അവിടെ കൊണ്ടുപോയി വെക്കുക. കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി.
എന്നിട്ട് ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്റർ ആപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ നോ കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ആ ബോക്സ് വരില്ല. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് എന്നുള്ളത് നമുക്ക് ക്യാഷ് കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്രിൻറ്റിങ് എക്സ്പെൻസ് ഉള്ളതല്ലെങ്കിൽ നമുക്ക് പ്രിൻറ്റിങ് എക്സ്പെൻസ് കാണിക്കാം. പ്രിൻറ്റിങ് എക്സ്പെൻസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഒരു പ്രിൻറ്റിങ് എക്സ്പെൻസിലാണെങ്കിൽ ഒരു 350 എടുത്തു. ക്രെഡിറ്റ് എന്നുള്ളിടത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടായിരിക്കുക? നമ്മൾക്ക് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് സെലക്ട് ചെയ്തെടുത്താൽ നമ്മൾ ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് കാണിക്കും എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ ഇത്രയും എമൗണ്ടോടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇൻകം വന്നിട്ടുണ്ട്. അഡ്മിഷൻ ഫീ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു. ഇവിടെ നമുക്ക് ഡീറ്റെയിൽഡ് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് പ്രോഫിറ്റ് ആയതുകൊണ്ട് നമുക്ക് ലയബിലിറ്റി സൈറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടെ സൺട്രി ഡെറ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ സൺട്രി ഡെറ്റേഴ്സിൻ്റെ അവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ അശ്വിൻ ശങ്കർ 5000 തരാനുണ്ട്. അതേപോലെ തന്നെ രോഹിത് ബാലു എന്താണ് 7200 തരാനുണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടും. ഇനി നമുക്ക് കോസ്റ്റ് സെൻറ്ററിൻ്റെ റിപ്പോർട്ട് നമുക്ക് മൊത്തം എത്ര കളക്ട് ചെയ്തു എന്ന് അറിയണമെങ്കിൽ എന്താണ് കോസ്റ്റ് സെൻറ്ററിൻ്റെ റിപ്പോർട്ട് എടുക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് എടുത്തു. അതിൽ കോസ്റ്റ് സെൻറ്റർ എടുത്തു. അതിൽ കോസ്റ്റ് സെൻറ്റർ സമ്മറി സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ സമ്മറി സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും ക്ലാസ് 11. അപ്പോൾ ക്ലാസ് 11 അവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ക്ലാസ് 11 സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കാണിക്കും. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർട്ടികളുടെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കാണിക്കും. നമുക്ക് എത്രയാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് കോസ്റ്റ് സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് സെൻറ്റർ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കോസ്റ്റ് സെൻറ്റർ ബ്രേക്കപ്പ് ചെയ്തിട്ട് കാണും. ഇപ്പോൾ ക്ലാസ് 11 മാത്രം കാണണമെങ്കിൽ ക്ലാസ് 11 സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ അതിൽ കറൻറ്റ് അസറ്റും ഡയറക്റ്റ് ഇൻകം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പാർട്ടി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇൻകം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ രണ്ടിൻ്റെയും കൂടിയുള്ള ഡീറ്റെയിൽസ് നമുക്കവിടെ കാണിക്കും. അശ്വിൻ ശങ്കറും അതേപോലെ തന്നെ ശരത് ബാബുവാണ് ക്ലാസ് 11 ഉള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? നമ്മൾ മന്ത് എൻഡ് ആകുമ്പോൾ എന്താണ് നമ്മുടെ സാലറി നമ്മൾ ഡ്യൂ ആക്കും അല്ലേ? അടുത്ത മാസമാണ് നമ്മൾ സാലറി പേയ്മെൻറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ആ മാസം സാലറി ഡ്യൂ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഡ്യൂ എൻട്രി ഒക്കെ നമ്മൾ ഏതിലാണ് ചെയ്യുക? ജേണലാണ് ചെയ്യുക. അപ്പോൾ ജേണൽ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഓൾട്ടസി അടിച്ച് നമുക്ക് സാലറി എന്നുള്ളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ മൊത്തമായിട്ടൊരു എമൗണ്ട് പറയുന്നത് 52,000 ആണെന്ന് വിചാരിക്കാം. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എന്താണ് ക്യാഷായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. നമ്മൾ സാലറി പേയബിൾ ആക്കിയിട്ട് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ എൻട്രി നമ്മുടെ മന്ത് എൻഡിലാണ് ചെയ്യുക. ഇവിടെ നമുക്ക് സാലറി പേയബിൾ അണ്ടർ എന്താണ് കറൻറ്റ് ലയബിലിറ്റിയാണ്. ഇവിടെ നമുക്ക് കറൻറ്റ് ലയബിലിറ്റിയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. കറൻറ്റ് ലയബിലിറ്റിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. കോസ്റ്റ് സെൻറ്റർ ആപ്ലിക്കബിൾ യെസ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും എങ്ങനെയാണ് ഇത് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രിൻസിപ്പാളുടെ സാലറി എത്രയാണെന്ന് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ പ്രിൻസിപ്പാൾക്കാണെങ്കിൽ ഒരു 35,000 ആണ്. എൻ്റർ അടിച്ചു. അടുത്തതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് അടിക്കാം. ഇംഗ്ലീഷ് ടീച്ചർ അടിച്ചു. ഇംഗ്ലീഷ് ടീച്ചർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 ആണ് ഇംഗ്ലീഷ് ടീച്ചർക്ക് അടിച്ചു. അടുത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്സ് ടീച്ചർ എന്നുള്ളത് അടിച്ചു. എൻ്റർ അടിച്ചു. 7,000 നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. നരേഷൻ കൊടുത്തു. ഈ എൻട്രി സേവ് ചെയ്തു. ഇതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് കാണിക്കും. ഇവിടെ നമുക്ക് സാലറി പേയബിളിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് 52,000 ആണ് വന്നിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കും ഏതൊക്കെ എൻട്രിയാണ്. ഇതെന്നാണ് നമ്മൾ അടുത്ത മാസമാണ് നമ്മൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. പേയ്മെൻ്റ് ആണ് എടുക്കേണ്ടത്. ഇവിടെ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. എന്തിനെയാണ് ഇനി നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്? സാലറി പേയബിളിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. സാലറി പേയബിൾ എടുത്തു. 52,000 ആണ്. അപ്പോൾ 52,000 എടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് കോസ്റ്റ് സെൻറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ പ്രിൻസിപ്പാൾക്കാണെന്നുണ്ടെങ്കിൽ എത്രയായിരുന്നു? 35,000 ആയിരുന്നു. 35,000 കൊടുത്തു. എൻ്റർ അടിച്ചു. അടുത്താണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് അടുത്തത് എന്താണ് ഇംഗ്ലീഷ് ടീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇംഗ്ലീഷ് ടീച്ചർക്ക് എന്താണ് 10,000 ആയിരുന്നു. 10,000 എടുത്തു. അടുത്തത് എന്താണ് മാത്സ് ടീച്ചറാണ്. മാത്സ് ടീച്ചർക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ക്രെഡിറ്റ് എന്നുള്ളിടത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് വഴി നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. എൻ്റർ അടിച്ചു. എൻ്റർ നരേഷൻ കൊടുത്ത് ഈ ഒരു എൻട്രി സേവ് ചെയ്യാം. അപ്പോൾ
ഈ ഒരു രീതിയിലാണ് സ്കൂളിലെ കണക്കുകൾ നമ്മൾ ടാലി പ്രൈമിൽ ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാങ്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് റീകൺസിലേഷൻ ചെയ്യണം. അപ്പോൾ റീകൺസിലേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് ഇവിടെ ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ബാങ്കിങ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ബാങ്ക് റീകൺസിലിയേഷൻ ഉണ്ട്. നമുക്ക് എത്ര ബാങ്ക് ഉണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമുക്ക് റീകൺസിൽ ചെയ്യാം. ഇവിടെ നമുക്ക് ബാങ്ക് ഡേറ്റ് ഉണ്ടായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റിലും ഇതിനും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡേറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ റീകൺസിലേഷനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.